ആൻഡ് വേറെ ഏറ്റവും വലിയൊരു കാര്യം പറയാം, ഭയങ്കര സർപ്രൈസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യം പറയാം ഗൈസ്. നമുക്ക് ഈ ഗൂഗിൾ ഡൗൺലോഡ് ഇമേജസും അതുപോലെ നമ്മളൊരു ഫോണിൽ നിന്ന് ഡയറക്റ്റ് ഒരു ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുന്ന ഇമേജസും കണ്ടാൽ നമുക്ക് തിരിച്ചറിയാമല്ലോ. ചില അമ്മമാർ സ്വന്തം വീട്ടിലെ അമ്മ, ഞാൻ അതുകൊണ്ടാണ് അതിനകത്ത് പ്രത്യേകം എഴുതി വെച്ചേക്കുന്നത് അമ്മയും പെങ്ങളും എന്ന്. ഞാൻ എന്നുവെച്ചാൽ ചായ തരാൻ വരുന്ന അമ്മ, രാവിലെ ഫ്രണ്ടിൽ വരുന്ന അല്ലെങ്കിൽ സ്കൂളിൽ പോകാൻ യൂണിഫോം ഇടുന്ന സ്വന്തം പെങ്ങള്, ഇവരുടെയൊക്കെ ഫോട്ടോസ് എടുത്തിട്ട് ഓരോ പർട്ടിക്കുലർ പാർട്സിനെ പറ്റി എൻ്റെ ചേച്ചിയുടെ ഇതെങ്ങനുണ്ട് അതെങ്ങനുണ്ട് എന്ന് ചോദിക്കുന്ന മെസ്സേജസ് ഇടുന്ന ഗ്രൂപ്പുകളുണ്ട്. ഇത് ഞാൻ ശരിക്കും പറയാണ്, ഞാൻ ആലോചിച്ച് ഇതെങ്ങനെയാണ് ഇങ്ങനെ ഇവന്മാർക്കൊക്കെ ചിന്തിക്കാനും ഇതാക്കാനും പറ്റുന്നതെന്ന്. എൻ്റെ അമ്മു, ഇവനൊക്കെ എങ്ങനെയാണ് അവരൊക്കെ എങ്ങനെയാണ് ആ വീട്ടിൽ സേഫ് ആണെന്നുള്ള ഇത് ഞാൻ ആലോചിക്കണത്. ഞാൻ ഇത് വെറുതെ തമാശ പറയല്ല, ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. സത്യമായിട്ട് ഞാൻ പറയാണ്, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്, എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഇത് ഡിസ്കസ് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. ഞാൻ ലിറ്ററലി പറയാം, ഞാൻ ഇതിൻ്റെ പുറകെ ഇറങ്ങിയോണ്ട് പറയുക. ഞാൻ കുറേ ഗ്രൂപ്പുകൾ കണ്ട് ഞാൻ ജീവിതം വെറുത്തുപോയി. എടാ ഞാൻ പറയട്ടെ, ഈ ജനറേഷനായിട്ടുള്ള നിങ്ങൾക്ക് തരാനുള്ള ഏറ്റവും വലിയൊരു ഉപദേശം എന്ന് പറഞ്ഞാൽ ഈ പറയണ ഇതൊക്കെ ജീവിതത്തിന്റെ ചെറിയൊരു ഭാഗം മാത്രമാണ്, അല്ലാതെ സെക്സ് അല്ല ജീവിതം. മനസ്സിലായ? ഇങ്ങനെ സെക്സ്വലി ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ജീവിക്കുന്ന നീ ഒന്നും എങ്ങും എത്താൻ പോകില്ല. നിന്നെയൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി, ഇതൊക്കെ ചെയ്ത് നിന്നെയൊക്കെ തൂക്കിയാൽ നിന്റെയൊക്കെ ജീവിതം എവിടെയാവുമെന്ന്. ഇതൊക്കെ ആര് പറഞ്ഞു തരുമെന്ന് കരുതല കൈസ്. ഞാൻ സീരിയസ് ആയിട്ട് പറയുകയാണ്, ഞാൻ ഇത് കണ്ട് ജീവിതം വെറുത്ത് 2 ദിവസമായിട്ട് ഞാൻ ഇതിന്റെ പുറകിലായിരുന്നു. ആൻഡ് അവളും കംപ്ലീറ്റ്ലി ഇതൊക്കെ കണ്ട് മൂഡ് ഓഫ് ആയതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് അങ്ങനൊരു ഞാൻ അവളെ കൊണ്ട് പുറത്തൊക്കെ ഒന്ന് പോയി എല്ലാ കാര്യങ്ങളൊക്കെ ഒന്ന് ഇതാക്കി ഓക്കെ ആക്കിയിട്ട് വന്നത്. സോ ഞാൻ SP ഓഫീസിൽ ബാക്കി കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ആൻഡ് അവർ ഉടനെ ബാക്കി ആക്ഷൻസ് ഒക്കെ എടുത്തിട്ട് അറിയിക്കാമെന്ന് പറഞ്ഞു. ആൻഡ് ഇവൻ്റെ ഡീറ്റെയിൽസും ജാതകവും അവൻ്റെ വീടിൻ്റെ ലൊക്കേഷൻ, പേര് എല്ലാം എനിക്കറിയാം. ആള് ഇപ്പം ഈ കറൻ്റ്ലി ഞാൻ ഈ പറയുന്ന പെർട്ടിക്കുലർ ഗ്രൂപ്പിൽ ഫോൺ വിൽക്കുന്നവൻ്റെ സ്ഥലം കൊല്ലത്താണ്. അവൻ്റെ സ്ഥലം ഞാൻ അത് കൊല്ലംകാരെ മോശമാക്കി പറഞ്ഞാൽ എല്ലാ നാട്ടിലും ഉണ്ട് തള്ളയോളുകൾ. മനസ്സിലായി? അതായത് ഒരു നാട്ടിലൊന്നും അല്ല, എല്ലാ നാട്ടിലും ഉണ്ട്. ഈ ടെലഗ്രാമിൽ ഐഡന്റിറ്റി കിട്ടൂലെന്നുള്ള വിശ്വാസത്തിന്റെ പുറത്ത് കാണിച്ചു കൂട്ടുന്ന കുറെ സാധനങ്ങൾ. അപ്പോൾ ഇവൻ കറണ്ട്ലി ഇപ്പൊ ഈ പറഞ്ഞ കറണ്ട്ലി അവൻ കൊല്ലത്താണ്. സോ ഇവന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ കംപ്ലീറ്റ്ലി ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് മാത്രമല്ല കേസ്, ഇങ്ങനെ അതിനകത്ത് കുറെ ഉണ്ട്. നിങ്ങൾ പറയില്ലേ റിക്വസ്റ്റിംഗ് ഫോറം, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് റിക്വസ്റ്റ് ചെയ്ത് ആൾക്കാരെ തുണിയില്ലാത്ത രീതിയിലാക്കി ഇങ്ങനത്തെ കുറെ പരിപാടികൾ അതിനകത്ത് നടക്കുന്നുണ്ട്. അപ്പൊ ഇവന്മാർക്കൊക്കെ മെസ്സേജ് അയക്കുമ്പോൾ ഇവന്മാർക്കൊക്കെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്. നീയൊക്കെ ഇപ്പോഴത്തെ കാലത്ത് ഈ മണ്ടന്മാരുടെയൊക്കെ ഈ ചില ഇവന്മാരുണ്ട്. ഇവന്മാരുടെയൊക്കെ വിചാരം എന്ന് പറഞ്ഞാൽ VPN ഇട്ട് കഴിഞ്ഞാൽ ഇവൻ ടിക്കറ്റും പിടിച്ച് ഇവിടെ പൊക്കോളും, അമേരിക്കക്ക് പൊക്കോളും, ഞാൻ അമേരിക്കൻ VPN അല്ലേ ഉപയോഗിക്കുന്നതെന്ന്. അതൊക്കെ കഴിഞ്ഞ്, മനസ്സിലായ? അതൊക്കെ കഴിഞ്ഞ്. ഞാൻ അവൻ്റെ അച്ഛൻ്റെ നമ്പർ വരെ എടുത്ത് വിളിച്ചെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കി എവിടെയാണ് നമ്മുടെ ഇതൊക്കെ നിൽക്കുന്നതെന്ന്. ഇവന്മാർക്ക് അങ്ങനെ ഒരു വിചാരമുണ്ട്, ശരിക്കും അങ്ങനെ ഒരു വിചാരമുണ്ട്.